പ്രകൃതിക്ഷോഭവും കാലാവസ്ഥാ വ്യതിയാനവും കർഷകർക്ക് ഭീഷണിയാവുന്നതായി കെ പ്രേമൻ എം.എൽ.എ. കർഷകർക്ക് സമയാസമയം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും കർഷകരെയും കാർഷിക മേഖലയെയും തകർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കർഷക സഭയും ബ്ലോക്ക് തല ക്രോഡീകരണവും അവലോകന യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക രംഗത്ത് കാലോചിതമായ മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം എന്തെല്ലാം വിലക്ക് മേടിക്കാൻ കഴിയുമോ, എന്തെല്ലാം വെട്ടിമാറ്റാൻ കഴിയുമോ, എത്രയെല്ലാം വലിയ സൗദങ്ങൾ പണിയാൻ കഴിയുമോ, ആ നെട്ടോട്ടത്തിനിടയിൽ പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്ത് പ്രകൃതിയുടെ ക്ഷമയുടെ ഏറ്റവും നെല്ലിപ്പലക വരെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു ചെറിയ ആശ്വാസത്തിന്റെ മന്ദമാരുതനായി നമ്മൾക്ക് ശുദ്ധമായ വായു ലഭിക്കുന്നത് കർഷകരുടെ കൃഷി നിലനിൽക്കുന്നതുകൊണ്ടാണെന്ന് കൂടി തിരിച്ചറിയും. കൃഷിയിലെങ്കിലും പോയി, കൃഷിയിലെങ്കിൽ നെൽപ്പാടങ്ങൾക്കൊന്നും ഈ സ്ഥാനത്ത് നിൽക്കും. പറന്നിട്ടുണ്ടാവും അല്ലേ? പറന്നിട്ടുണ്ടാവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വല്ല കമ്പനികളോ വീടുകളോ സൗദങ്ങളൊക്കെ ആയി മാറിയിട്ടുണ്ടാവും. നമ്മൾ ഡൽഹിക്കാരെ പോലെ നല്ല വായു കിട്ടണമെങ്കിൽ നല്ല മാസവും ആഴ്ചയും നോക്കിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറി. പഞ്ചായത്ത് തല കർഷക സഭകളുടെ റിപ്പോർട്ട് അവതരണവും നടത്തി. വിവിധ കൃഷി ഓഫീസർമാരായ എം.കെ. മാനസ, ടി. നിമിഷ, എസ്. കൃഷ്ണ, എം.എസ്. ശ്രീജ, റെജിൻ റാം എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ. നാരായണൻ, പല്ലശ്ശന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. രാമദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഗന്ധി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ ഗോപിനാഥൻ, ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ സി.വി. വേലിക്കുട്ടി എന്നിവർ സംസാരിച്ചു. നെന്മാറ കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എൻ.ഐ. റോഷ്നി സ്വാഗതവും നെന്മാറ കൃഷി ഓഫീസർ എസ്. കൃഷ്ണ നന്ദിയും പറഞ്ഞു. പച്ചക്കറി തൈകളുടെ വിതരണവും നടത്തി. UTV ന്യൂസ്, പാലക്കാട്.